ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രീൻ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലുള്ള ഡെങ്കു ഫീവറിനെ കുറിച്ചാണ്. ഡെങ്കു ഫീവർ is an acute viral infection caused by dengue virus, that is DNV, which is transmitted to human through the bite of infected Aedes mosquito, mainly Aedes aegypti. അതായത് ഡെങ്കു ഫീവർ കോസ് ചെയ്യുന്നത് ഡെങ്കു വൈറസ് ആണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹ്യൂമൻസിലേക്കാണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഈഡിസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നതിലൂടെ ഡെങ്കു വൈറസ് കോസ് ചെയ്യുകയും ഡെങ്കു ഫീവർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് എപ്പിഡമോളജിയാണ്. എപ്പിഡമോളജിയിൽ മെയിൻ ആയിട്ട് 3 കോമ്പണന്റ് ആണ് വരുന്നത്. അതായത് ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ്. ഇപ്പൊ ഈ ഏജന്റ് എന്ന് പറയുന്നത് ഡെങ്കു വൈറസ് ആണ്. അതൊരു RNA വൈറസ് ആണ്. സീറോ ടൈപ്പ് എന്ന് പറയുന്നത് അതിന് 4 ഡിസ്റ്റിന്റ് സീറോ ടൈപ്പ് ഉണ്ട്. അതായത് ഡെങ്കു വൈറസ് 1, ഡെങ്കു വൈറസ് 2, ഡെങ്കു വൈറസ് 3 ആൻഡ് ഡെങ്കു വൈറസ് 4. ഇതാണ് ഇതിന്റെ 4 ഡിസ്റ്റിന്റ് സീറോ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്റ്റ്, അതായത് പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. അതായത് ഇതിന്റെ വാസസ്ഥലം എന്ന് പറയും. ഹ്യൂമൻസ് ആർ ദ മെയിൻ ഹോസ്റ്റ് ഓഫ് ഡെങ്കു വൈറസ്. ഹ്യൂമൻസ് ഡെവലപ്പ് ഹൈ ലെവൽസ് ഓഫ് വൈറസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ വൈറസ് വളരുന്നതിന് പറയുന്ന പേരാണ് വൈറീമിയ എന്ന് പറയുന്നത്. വിച്ച് അലോ മോസ്കിറ്റോ ടു പിക്ക് ഈച്ച് അപ്പ് ആൻഡ് സ്പ്രെഡ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ ബൈറ്റ് ചെയ്യുന്നതിലൂടെ, മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നതിലൂടെ ആ മോസ്കിറ്റോ കൂടെ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് വേറൊരു പേഴ്സണിനെ പോയിട്ട് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണിനും കൂടെ ഇൻഫെക്ഷൻ വരെയാണ് ചെയ്യുന്നത്. അടുത്തത് വെക്ടർ ഹോസ്റ്റ്. ഈ വെക്ടർ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഏജന്റ് തന്നെയാണ്. അതായത് ഈഡിസ് മോസ്കിറ്റോ. ഈ മെയിൻലി ഈഡിസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്റ്റിയും ഈഡിസ് ആൽബോപിറ്റിക്സും ആണ് ഇത് കോസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റിൽ നമ്മൾ 2 കോമ്പണന്റ് ആണ് ഉള്ളത്. അതായത് ക്ലൈമറ്റും വാട്ടർ സോഴ്സും. ക്ലൈമറ്റിൽ വരുന്നത് ഈ കൊതുകിന് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. അതായത് വാം ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ട്രാൻസ്മിഷൻ ഇത് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് റെയിനിയും പോസ്റ്റ് മൺസൂൺ സീസണിലുമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ സോഴ്സ്. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ക്ലീൻ ആയിട്ടുള്ളതും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളം മോസ്കിറ്റോന് ബ്രീഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് വാട്ടർ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഫ്ലവർ പോട്ട്സ്, ബക്കറ്റ്, ഓവർ ഹെഡ് ടാങ്ക്സ്. നമ്മുടെ വീടിന്റെ മേളിലൊക്കെ ഉള്ള ടാങ്ക് ആണെങ്കിലും ഇപ്പൊ നമ്മൾ എടുത്തു കളഞ്ഞ ടയേഴ്സിന്റെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ മോസ്കിറ്റോ വന്ന് ബ്രീഡ് ചെയ്യാനും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. 3 തരത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡെങ്കു ഫീവർ, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്ക്, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്ക്. ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്കിനെ നമ്മൾ ഡെങ്കു ഹെമറേജിക് സിൻഡ്രോം എന്നും കൂടെ പറയും. അടുത്തത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ക്ലാസിക്കൽ ഡെങ്കു ഫീവറിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സഡൻ ഹൈ ഫീവർ, സിവിയർ ഹെഡ് ഏക്ക്, റെട്രോ ഓർബിറ്റൽ പെയിൻ, സിവിയർ മയാൾജിയ ആൻഡ് ആർത്രൽജിയ. അതായത് കൂടുതലുള്ള പനി, അതായത് 39 to 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള പനി, തലവേദന, കണ്ണിന്റെ ബാക്കിലായിട്ട് പെയിൻ ഉണ്ടാവും, മയാൾജിയ, ആർത്രൽജിയ. അതായത് മസിൽ പെയിനും ജോയിന്റ് പെയിനും. മയാൾജിയ എന്ന് പറയുന്നത് മസിൽ പെയിൻ, ആർത്രൽജിയ എന്ന് പറയുന്നത് ജോയിന്റ് പെയിൻ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കൽ ഡെങ്കു ഫീവറിനെ നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നും പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെങ്കു ഹെമറേജിക് ഫീവർ ആണ്. ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്ക് ആണ്. അതായത് ഹൈ ഫീവർ ഉണ്ടാവും, ഇതിന് ഹെഡ് ഏക്ക് ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, മയാൾജിയ അതായത് മസിൽ പെയിൻ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കൂടുന്നത്, ഹൈപ്പോപ്രോട്ടീനീമിയ അതായത് ബ്ലഡിൽ പ്രോട്ടീന്റെ അളവ് കുറയുന്നത്, പിന്നെ ഹെമറേജ് ഉണ്ടാവും. ഡെങ്കു ഹെമറേജ് ഫീവർ ആണ്. അപ്പൊ ഹെമറേജ് ഉണ്ടാവും, നോസിൽ നിന്നും ഗമ്മിൽ നിന്നും സ്കിന്നിന്റെ അടിയിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്കിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് റാപ്പിഡും മാസീവ് ആയിട്ടുള്ള പ്ലാസ്മ ലീക്കേജ്, ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതോട് സർക്കുലേറ്ററി ഫെയിലിയറിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വീക്ക് അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള പൾസ് ആയിരിക്കും. ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള BP ആയിരിക്കും. BP പെട്ടെന്ന് കുറയും അല്ലെങ്കിൽ കൂടാം. പിന്നെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാവാം, ലിവറിന്റെ എൻലാർജ്മെന്റും ഉണ്ടാവാം. ഇത്രയും നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞത്. 3 ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം. നമ്മൾ മെയിൻലി 3 തരത്തിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. എലൈസ, അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ നമ്മൾ ആന്റിജനെ കണ്ടുപിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പിന്നെ റാപ്പിഡ് ടെസ്റ്റ്.
റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് ഒരു 10 to 20 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്, അതായത് ബ്ലഡ് ആയിരിക്കാം, സ്വാബ്, നോ സ്വാബിന്ന് നമ്മൾ എന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് സ്പെസിമെൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ആണ്. അതിൽ രണ്ട് തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. സിംറ്റമാറ്റിക് മാനേജ്മെന്റും ഉണ്ട്, സപ്പോർട്ടീവ് മാനേജ്മെന്റും ഉണ്ട്. സിംറ്റമാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ടു റെഡ്യൂസ് ഫീവർ റെഡ്യൂസ് ചെയ്യുക, പെയിൻ റെഡ്യൂസ് ചെയ്യുക, വോമിറ്റിംഗ്, ഇതൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നതിനെയാണ് സിംറ്റമാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫീവർ മാനേജ് ചെയ്യുന്നത് അനാൽജസിക്സ് കൊടുത്തിട്ട്, ആന്റിപൈററ്റിക് മെഡിക്കേഷൻസ് കൊടുത്തിട്ടും, പെയിൻ മാനേജ് ചെയ്യുന്നത് അനാൽജസിക്സ് കൊടുത്തിട്ടും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ മാനേജ് ചെയ്യാൻ, സിംറ്റംസ് മാനേജ് ചെയ്യാൻ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സപ്പോർട്ടീവ് മാനേജ്മെന്റ് ആണ്. സപ്പോർട്ടീവ് മാനേജ്മെന്റ് നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, ആ അസുഖം വന്നാൽ, ഡെങ്കു വന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടീഷൻ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ വരുന്നതാണ് ബെഡ് റെസ്റ്റ്, ഫ്ലൂയിഡ് ഇൻടേക്ക്, പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ. ബെഡ് റെസ്റ്റ്, പേഷ്യന്റിന് നല്ല ബെഡ് റെസ്റ്റ് കൊടുക്കുക. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതായത് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി പറയാം, നമ്മൾ കൂടുതലും വെള്ളം കുടിക്കാം. പിന്നെ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ, അതായത് ഡെങ്കു ഹെമറേജിക് സിൻഡ്രോത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ലോസ് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിവെൻഷൻ ആണ്. എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഡയഗ്നോസിസ് ഒക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ആകുന്നതിന് മുന്നേ നമ്മൾ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഗ്നന്റ് വാട്ടർ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എങ്ങനെയൊക്കെ കൊതുക് ബ്രീഡ് ചെയ്യുന്നത് ഒഴിവാക്കാവോ അങ്ങനെയൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്ടർ മാനേജ്മെന്റ് ചെയ്യും. അതായത് കൊതുക് വല യൂസ് ചെയ്യുക, വൈകിട്ടാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ ജനലൊക്കെ അടച്ചിടുക, ക്രീമൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവയർനെസ് അബൌട്ട് ദ ഡിസീസ് ടു പബ്ലിക്കിന് നമ്മൾ അവയർനെസ് കൊടുക്കുക ഈ ഡിസീസിനെ പറ്റി. എന്താണ് ഡെങ്കു, ഏത് ഏജന്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരു അവയർനെസ് പബ്ലിക്കിലേക്ക് എത്തിക്കുക. ഇതാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ പേഷ്യന്റ്, ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ്, അവയർനെസ് അബൌട്ട് ദ ഡിസീസ് ടു പബ്ലിക്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കൺക്ലൂഷൻ ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തോന്നാ, ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഒരു മേജർ മോസ്കിറ്റോ ബോൺ ആയിട്ടുള്ള വൈറൽ ഡിസീസ് ആണ്. അത് ഡെങ്കു വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അതിന്റെ പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തി ആണ്. ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ക്ലാസിക്കൽ ഡെങ്കു ഫീവർ ഉണ്ട്, ഡെങ്കു ഹെമറേജിക് ഫീവർ ഉണ്ട്, ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഉണ്ട്. ഇത് മൂന്നുമാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് PCR-ഉം ELISAയും റാപ്പിഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്ത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഡെങ്കു ഫീവറിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെങ്കു ഫീവറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണ് ഡെങ്കു ഫീവർ, എന്താണ് കോസ് ചെയ്യുന്നത്, ഏത് ഏജന്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്, പ്രൈമറി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഡെഫിനിഷനിലേക്ക് കിടക്കണം. ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ എപ്പിഡമോളജി 3 ഹെഡിങ് ആയിട്ട് ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് എന്ന രീതിയിൽ തിരിച്ചിട്ട് നമ്മൾ ഹെഡിങ് എഴുതണം. ആ 3 ഹെഡിങ് എഴുതിയതിനു ശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെങ്കു ഫീവർ എഴുതണം. അതായത് 3 ക്ലാസിഫിക്കേഷൻ: ഡെങ്കു ഫീവർ, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്കും, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്കും. എന്നിട്ട് ഇതിന്റെ 3 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ തിരിച്ചെഴുതുക. പിന്നെ ഡയഗ്നോസിസ് 3 എടുത്ത് എഴുതുക: ELISAയും PCR, റാപ്പിഡ് ടെസ്റ്റ്. പിന്നെ നമ്മൾ മാനേജ്മെന്റ് 2 ഹെഡിങ്ങിലായിട്ട് സിംറ്റമാറ്റിക് മാനേജ്മെന്റ്, സപ്പോർട്ടീവ് മാനേജ്മെന്റ് തിരിച്ചെഴുതുക. പിന്നെ അതിന്റെ പ്രിവെൻഷനും കൂടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡെങ്കു ഫീവർ വന്നാൽ എഴുതേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഡെങ്കു ഫീവറിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.